പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാലയളവിലൊക്കെയും പുഷ്പനെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ച മാധ്യമങ്ങളൊക്കെയും പാർട്ടി എന്ന വികാരത്തിനപ്പുറം മറ്റൊന്നും ആ പുഷ്പന് ജീവിക്കുന്ന രക്തസാക്ഷിക്ക് പറയാനുണ്ടായിരുന്നു. ഡിവൈഎഫ്ഐ സുപ്രഭാത ആ രക്തസാക്ഷിക്ക് ഡിവൈഎഫ്ഐ പുതുക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ ശുഭ്രപതാക ആ രക്തതാരകത്തെ പുതുപ്പിച്ചിരിക്കുകയാണ്. ആ ശുഭ്രപതാകയിലെ രക്തനക്ഷത്രത്തിന് മറ്റൊരു പേര് വിളിക്കാമെങ്കിൽ അത് പുഷ്പൻ എന്നാകും. അതിൽ കുറഞ്ഞ മറ്റൊരു സംബോധന അതിന് ചേരുകയും ചെയ്യില്ല. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ യൂത്ത് സെന്ററിൽ പുഷ്പന്റെ മൃതദേഹം എത്തിച്ചിരിക്കുന്നു. നിരവധി പ്രവർത്തകർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ. അതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യുന്നത്. ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ പോരാട്ട ഭൂമിയായ കണ്ണൂരിലേക്ക് ആ മൃതശരീരം എത്തിക്കുകയും ചെയ്യും. പുഷ്പന്റെ കഴിഞ്ഞ നാളുകൾക്കൊക്കെയും സാക്ഷ്യം വഹിച്ച ആ ഇടങ്ങളിലേക്ക്, ആ വീട്ടിലേക്ക് ആ മൃതദേഹം നാളെയോടുകൂടി എത്തിക്കും. ഇന്നിപ്പോൾ കോഴിക്കോട്ടെ ഡിവൈഎഫ്ഐയുടെ യൂത്ത് സെന്ററിലാണ് പൊതുദർശനം തുടരുകയും ചെയ്യുക. പുഷ്പൻ ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ, പുഷ്പൻ ജീവിതം തന്നെ ബലി നൽകിയ ആ ആശയങ്ങൾ, ആ സമരങ്ങൾ അതിനൊന്നിനും അവസാനമാകുന്നില്ല. അതൊക്കെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്നും കാലത്തിനോട് സംവദിക്കുന്നു. അത് ചരിത്രത്തിനോട് നിരവധി കാര്യങ്ങൾ സംവദിച്ചു കൊണ്ടേയിരിക്കുന്നു. അതൊക്കെയും ഇനിയും തുടരുക തന്നെ ചെയ്യും. പുഷ്പൻ എന്ന വിപ്ലവകാരി മാത്രം വിടവാങ്ങുന്നു. പക്ഷേ ആ ഓർമ്മകൾക്ക് മരണമില്ല. ആ ജീവിതത്തിന് അത് വിസ്മൃതിയിലേക്ക് മായുകയും ചെയ്യുന്നില്ല. ആ നിലയിൽ പുഷ്പൻ എല്ലാ കാലവും CPIഎമ്മിൻ്റെ തന്നെ, ഡിവൈഎഫ്ഐയുടെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഓർമ്മയായി മാറുകയാണ്. പുഷ്പൻ എന്ന വിപ്ലവകാരി പങ്കെടുത്തിട്ടുള്ള രാഷ്ട്രീയ സമരം ഒരുപക്ഷെ കൂത്തുപറമ്പ് സമരം മാത്രമായിരുന്നിരിക്കാം. പക്ഷേ ആ സമരത്തിൽ പുഷ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ദുരിതപർവമുണ്ട്. അതിനുശേഷം പുഷ്പൻ ജീവിച്ചു തീർത്ത ഈ കാലയളവൊക്കെയുമുണ്ട്. അവിടെ പുഷ്പൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ ബോധ്യമുണ്ട്, മൂല്യമുണ്ട്. അതൊക്കെയും എല്ലാ കാലവും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നതായിരുന്നു. പലതവണ പല രീതിയിൽ പലരും പ്രകോപിപ്പിച്ചിട്ടും ഒരു തവണ പോലും പാർട്ടിക്ക് വിരുദ്ധമായി, പാർട്ടിയോട് കൂറ് പുലർത്താത്ത രീതിയിൽ പുഷ്പൻ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം പുഷ്പൻ എന്ന മനുഷ്യൻ്റെ ജീവിതം അടിമുടി പാർട്ടിയായിരുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആ പാർട്ടിയെ മനസ്സാവരിച്ച പുഷ്പൻ ഇപ്പോൾ ആ പാർട്ടിയുടെ പ്രിയപ്പെട്ട സഖാക്കളുടെ അന്ത്യയാത്ര ഏറ്റുവാങ്ങി അവസാന യാത്രയ്ക്ക് പോകാനായി ഒരുങ്ങുകയാണ്. ഡിവൈഎഫ്ഐയുടെ ശുഭ്രപതാക ആ വിപ്ലവകാരിക്ക് മുകളിൽ പുതപ്പിച്ചിരിക്കുന്നത് നമ്മൾ കാണാം. അതിലെ രക്തനക്ഷത്രം ആ പുഷ്പനോട് ഒരുപാട് കാര്യങ്ങൾ സംവദിക്കുന്നുണ്ടാകണം. കാലത്തിനോടും ചരിത്രത്തിലും നിന്നുകൊണ്ട് അത്രയധികം കാര്യങ്ങൾ ആ വിപ്ലവകാരിയോട് സംവദിക്കുന്നുണ്ടാകണം. അങ്ങനെ മഹത്തായ ജീവിതത്തിന് ഇവിടെ അന്ത്യം കുറിക്കുകയാണ്. മഹത്തായ ജീവിതത്തിന്, സമരോത്സവമായ ജീവിതത്തിന് പുഷ്പൻ്റെ ജീവിതത്തിന് അന്ത്യമാകുകയാണ്.